ക്ഷമിക്കണം, താങ്കളുടെ മാന്യ സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു. കുറച്ച് ഒന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു. സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇനി അവർ സത്യം പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഈ മുറി വൃത്തിയേടാക്കണ്ട. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതല്ലേ പരിപാടി, ഒരു 2 ദിവസത്തേക്ക് നീട്ടി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. നീ ഞങ്ങളെ തല്ലുന്ന കാര്യം ഒരു കാര്യം ചെയ്യാം. ഏതായാലും അവന്റെ കൈ കൊണ്ട് ഒരു തല്ല് നമുക്ക് ഉറപ്പാ. അത് എത്രയും വേഗം വാങ്ങിച്ചിട്ട് നമുക്ക് സമാനായിട്ട് കിടക്കാം. അതാ ബുദ്ധി. മീനുവിനെ വളയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പഠിച്ച പണി 18 നോക്കിയതാ. പല വേഷത്തിലും ഞങ്ങൾ അവളുടെ വീട്ടിൽ കയറി ഇറങ്ങി. പറ്റിയില്ല. ആ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ കുറെ കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കിയതാ. ഇനി തല്ലുന്നെങ്കിൽ തല്ല്, കൊല്ലുന്നെങ്കിൽ കൊല്ല്, വീടാ തല്ല്. പ്രേം ചെയ്ത് തെറ്റാണ്. കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികളെ പറ്റി അപവാദം പറയാൻ ധാരാളം ആൾക്കാർ കാണും. അത് അസൂയ കൊണ്ടാണ്, അറിയാവോ? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെന്ന് വിശ്വസിച്ചിരുന്നവർ എന്നോട് പറഞ്ഞപ്പോൾ അതെ, ഞാൻ ചെയ്തതാണ് തെറ്റ്. ആദ്യം കണ്ടപ്പോൾ തന്നെ എന്റെ മോളുടെ ഭാവി വരനെ പ്രേമിൽ കണ്ടു. ഒരു എഞ്ചിനീയറിയോ ഡോക്ടറെയോ കിട്ടാഞ്ഞിട്ടല്ല. എനിക്കറിയാം, മീനു എന്നെ വെറുക്കുന്നുണ്ടാവും. അത്ര ക്രൂരമായിട്ടാണ് ഞാനൊന്ന് പെരുമാറിയത്. ഒന്ന് കണ്ടാ മതി. മീനുവിനോട് എനിക്ക് തെറ്റേറ്റു പറയണം. പിന്നെ ഒരിക്കലും ഞാനോട് വരില്ല. അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ്, അറിയാമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം. അമ്മ അവളെ ഒന്ന് വിളിക്കൂ പ്ലീസ്. എന്താ വിശേഷം? മീനു, വേണ്ട, അധികം സ്വാതന്ത്ര്യമൊന്നും എടുക്കണ്ട. കാര്യം പറഞ്ഞാൽ മതി. ഞാൻ മീനുവിനെ വേദനിപ്പിച്ചു. ഇല്ല പ്രേം, എനിക്ക് ഒട്ടും വേദനിച്ചില്ല. പ്രേം എന്നെ കുറിച്ച് ഒരു സത്യം പറഞ്ഞു. നേര് പറഞ്ഞാൽ എനിക്ക് പിന്നീട് സന്തോഷം തോന്നി. പ്രേം തന്നെ അത് പറഞ്ഞല്ലോ. മീനു, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രേമകഥകളും ഓർത്തു നോക്കൂ. സ്നേഹിച്ചിരുന്നവരൊക്കെ അവിചാരിതമായ കാരണങ്ങളാൽ വേദനിച്ചിട്ടുണ്ട്. ചരിത്ര പുസ്തകം നോക്കി പഠിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ അടുത്തത്. പ്രേം പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാണ്. അവിചാരിതമായി, അതെ, അങ്ങനെ ഒരു അപകടം നമുക്ക് പറ്റി. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. മീനു ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് ഒരു കടലാസിൽ തന്നേക്ക്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് കാണിച്ചു കൊടുക്കാലോ. മീനു, അതെ, അത് തന്നെ എന്റെ പേര്. ചീത്തയായി എന്നെ കല്യാണം കഴിക്കാൻ ഒരാളെ കിട്ടി. ഇപ്പോഴും ക്ഷണിക്കുന്നു. കല്യാണത്തിന് വരണം. എന്താ വല്ലാതെ? അവൾ പറയുന്നതിൽ എന്താ തെറ്റ്? ആർക്കായാലും വിഷമം കാണും. മീനെന്ത് പറഞ്ഞു? അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, എന്നെയല്ല. അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞു? ഇല്ല, പത്രത്തിൽ വായിച്ചു. നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്നവരെ കഴുത്തെടുക്കാൻ മടിക്കാത്തവരാ. നമ്മൾ ഒന്നിച്ചു താമസിക്കുന്ന ഏർപ്പാടിന് വേണ്ട. ഏതായാലും ഇത്രയായി. പൊതുജനങ്ങളുടെ തല്ലും ഞങ്ങൾക്ക് ധാരാളം കിട്ടി. തെറ്റിദ്ധാരണ നീക്കി നീയും മീനും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ നടത്തും. വേണ്ട, നിങ്ങൾ എന്റെ സുഹൃത്തുക്കളാണെന്ന് വിചാരിച്ചു പോയി. മതി, ലീവ് മീ അലോൺ.
ഒരവസരം കൂടി ഞങ്ങൾക്ക് തരണം, അവസാനമായി. ഇനിയും ഞങ്ങൾ തല്ലുകൊള്ളാം, പക്ഷെ ഞങ്ങൾ സ്നേഹമില്ലാത്തവരാണെന്ന് മാത്രം പറയരുത്. അവൾക്ക് അത്ര പെട്ടെന്ന് നിന്നെ തള്ളി പറയാൻ കഴിയുമോ? തെറ്റിദ്ധാരണ മാറിയാൽ ഈ വിവാഹം തീർച്ചയായും നടക്കും. നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് ആണെങ്കിൽ നീ ഞങ്ങളെ വിട്ടു പോകരുത്. എങ്ങനെ കല്യാണം നടക്കും എന്നത് അത് നടക്കുമ്പോ കാണാം. ഈ കാര്യം നടത്തിയിട്ടല്ലാതെ ഞങ്ങൾക്കിനി ഉറക്കമില്ല. അപ്പൂപ്പന്റെ കൊച്ചുമോളും പ്രേമം തമ്മിൽ കല്യാണം കഴിക്കാൻ അത് തന്നെ ഞാൻ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരികയാണെന്ന് പറഞ്ഞില്ലേ? അതല്ല പ്രേമം, പ്രേമം. എന്നും തൊഴാറുണ്ട്. പണ്ടാരടങ്ങാൻ എവിടെന്നെങ്കിലും ഒരു മൈക്ക് സെറ്റ് വാങ്ങിച്ചുകൊണ്ട് പാടെ കിഴവന്റെ ചെവി കയറട്ടെ. എന്താ പറഞ്ഞത്? അയ്യോ ദൈവം, ഇതിനൊക്കെ എന്തിനു വെച്ച് പൊറപ്പിക്കുന്നത്? നേരത്തെ അങ്ങ് കെട്ടി എടുത്തൂടെ? ഇങ്ങോട്ട് മാറിയില്ല, അവസാനത്തെ കൈ നോക്കാൻ പോവുക. നിങ്ങൾ തൊഴാറില്ലേ? ഞങ്ങൾ തൊഴിക്കാറുണ്ട്. ഉണ്ടോ? അങ്ങനെ വേണം ചെറുപ്പക്കാര്. അപ്പൂപ്പ, ഓ മീനുവും പ്രേമം തമ്മിലുള്ള കല്യാണം നടന്നു കയറാൻ അപ്പൂപ്പൻ ആഗ്രഹമില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്നാൽ അത് നടക്കുന്ന കാര്യം ആകെ അവതാളത്തിലായിരിക്കാറ്. അതെന്താ മക്കളെ? അത് പിന്നെ പറയാം. ഉടനെ കല്യാണം നടന്നില്ലെങ്കിൽ ആകെ കുഴപ്പത്തിലാവും. അയ്യോ, അതുകൊണ്ട് നാളെ അപ്പൂപ്പൻ ആ. അമ്പലത്തിൽ വരുമ്പോ ആ. മീനുവിനെ കൂടെ കൊണ്ടുവരണം. വരാം വരാം, ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് ബാക്കി ആരെങ്കിലും പറഞ്ഞു വിടറേ. അപ്പൊ നാളെ രാവിലെ ആ. ഞങ്ങൾ മൂന്നുപേരും മുഖം മൂടിയിട്ടുണ്ട് വരും. അപ്പൊ ഞെട്ടരുത്, ഞാൻ ഞെട്ടില്ല. ആ മുഖം മാത്രമേ മൂടുള്ളൂ. മുഴുവൻ മൂടും. എന്നിട്ട് ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടു പോകും. ഓ പുറകെ പ്രേം വന്ന് രക്ഷിച്ചോളൂ. ഓഹോ, പിന്നെ കല്യാണം കഴിഞ്ഞ് അപ്പൂപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വരും. നാളെ ഇത് നടന്നില്ലെങ്കിൽ 2 ആത്മഹത്യകൾ നടക്കും. അയ്യോ അത് വേണ്ട, മുഖം കൂടിട്ടോണ്ട് വന്നോ, ഞാൻ കൊച്ചിനെ കൊണ്ടുവരാം. കൊണ്ടുവന്നില്ലെങ്കിൽ തന്റെ അന്ത്യമായിരിക്കും. എന്താ പറഞ്ഞത്? വീട്ടിൽ ചെല്ലാൻ, വീട്ടിൽ ചെല്ലാൻ. എന്നാ നാളെ രാവിലെ മുഖം മൂടിയോടെ കാണാം. കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ, എന്നെ തള്ളാതെ കൊണ്ടുപോയിക്കോ. കൊണ്ടുപോയി വേഗം കൊണ്ടുപോ. മക്കളെ പൊക്കോളി, ഭയപ്പെടേണ്ടത്. ധൈര്യമായി പൊക്കോ, പേടിക്കണ്ട. മക്കൾ പൊക്കോ, പേടിക്കാതെ വേഗം പോയി. പൊക്കോ പൊക്കോ പൊക്കോ. കാര്യം സാധിച്ചു, പെണ്ണിനെ കൊണ്ടു കൊടുത്തു. പൊടിനെ കൊണ്ടുപോയി. വേഗം പോയിക്കോ, വേഗം പോയിക്കോ. ഈ വഴിയേ പോയിട്ടുണ്ട്. പോയി അവിടേക്ക് അടിച്ചിട്ട് കല്യാണം ചെയ്ത് അപ്പൂപ്പനൊന്ന് കാണാൻ വേഗം. ഇതെന്തൊരു അങ്ങനെ പോയിട്ട് ഇങ്ങനെ മീനുവിടെ പെണ്ണിനെ ഇവിടെ കൊണ്ടുപോയി. പെണ്ണെവിടെ? നിങ്ങൾ പെണ്ണിനെ ഇവിടെ കൊണ്ടുപോയി. ഇങ്ങനെ കൊണ്ടുപോയല്ലോ പെണ്ണ്. ഈ വഴിയെ തന്നെ. ഇതിലെന്തോ ചതിയുണ്ട്. അത് ആർക്കാണ് മനസ്സിലാവാത്തത്? നീ വണ്ടി കയറ്. നിർത്ത് നിർത്ത്, ഞാനും കൂടെ വരാം. ധൈര്യത്തിൽ നിർത്ത് നിർത്ത്, ഞാൻ കയറി. നിർത്ത്. അയ്യോ പോയി, കൊണ്ടുപോയി, തട്ടി കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? അയ്യോ മീനുവിനെ തട്ടി കൊണ്ടുപോയി. മുടികള് ഇങ്ങോട്ട്. നേരത്തെ പറഞ്ഞോളായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുത് ചന്ദനവും തൊട്ട് നിൽക്കുമ്പോ 4 തടിയന്മാർ. അയ്യോ നിർത്ത് 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 നിർത്ത്. രാവിലെ എങ്ങോട്ടാ? മീനെ മുഖംമൂടികൾ കൊണ്ടുപോയി. ഞാൻ അവിടെ പിടിച്ചോണ്ടിരാൻ പോവാ. അമ്മയൊക്കെ അടിച്ചു കിടത്തിട്ട്.
വല്ലോം തന്ന് സഹായിക്കണേ, കണ്ണണ്ടോടാത്തൊരുത്തനാണ്. അമ്മച്ചി അമ്മച്ചി വല്ലോം തന്നെ, കണ്ണണ്ടോടാത്തൊരുത്തനാണ്. അമ്മച്ചി സാറേ. അയ്യോ 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 ജീപ്പ്, അയ്യോ സ്കൂട്ടർ, ഓട്ടോറിക്ഷ, കാറ്, അയ്യോ ഇവനൊക്കെ എന്തിനാ മേളിൽ കയറിയിരിക്കണം? അമ്മയ്ക്ക് വായ പൊളി വാങ്ങിക്കാൻ പോകണമേ. നിനക്ക് കണ്ണാണോ? അല്ലടാ കാണാം. ഓടി എടുത്തോ. തെണ്ടി ഇറന്ന് നിന്നാണ് അവനെ തുരന്ന് നിന്നാണ്. ഒന്നിറക്കി വിടോ. ഒന്നിറക്കി വിടോ. പിള്ളേരെ മക്കളെ ഒന്നിറക്കി വിടാ. ഈ കൂട്ടം മേജറാണെന്ന് പറ. മേജറാണെന്ന് പറ. പോയി പറഞ്ഞു കിട്ടുന്നത് മേടിച്ചോ. അയ്യോ അയ്യോ